പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചിത്രം വരയ്ക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാന ഘടകമാണ് അതിൻ്റെ ബാഹ്യരേഖകൾ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. അത് നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാമെന്നും പറഞ്ഞിരുന്നു. ഒന്ന് ഫ്രീ ഹാൻഡായിട്ടും മറ്റേത് ഗ്രിഡ് ഉപയോഗിച്ചും. ഫ്രീ ഹാൻഡായിട്ട് ഡ്രോയിങ് ചെയ്യുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഒന്ന് വാനിഷിങ്, രണ്ട് പ്രൊപ്പോർഷൻ, മൂന്ന് പെർസ്പെക്റ്റീവ്. അപ്പോൾ ഇത് നമ്മൾ വാനിഷിങ് എന്താണെന്ന് ഓൾറെഡി തന്നെ നോക്കിയിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊപ്പോർഷൻ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന പ്രൊപ്പോർഷൻ എന്താണെന്ന് സിമ്പിളായിട്ട് നോക്കാം. നമ്മളൊരു ഒബ്ജക്റ്റ് വരയ്ക്കാൻ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള ബന്ധം, അതിനെയാണ് പ്രൊപ്പോർഷൻ അഥവാ അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിതിപ്പോൾ നമ്മുടെ ആ ഒരു പെൻസിൽ സെറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ബോക്സാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അതിൻ്റെ പ്രൊപ്പോർഷൻ നോക്കാമെന്ന് പറയാൻ പോകുന്നത്. ഒരു പെൻസിൽ സ്കെയിൽ ഉപയോഗിക്കുന്നുണ്ട്. സ്കെയിൽ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വരയ്ക്കുവാൻ വേണ്ടിയിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എല്ലാ സമയത്തും നമുക്ക് എല്ലാ ഓപ്ഷൻ്റെയും മെഷർമെൻറ്റ് സ്കെയിൽ ഉപയോഗിച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം നമ്മളിപ്പോൾ ഒരു ഔട്ട്ഡോർ വരയ്ക്കാൻ പോവുകയാണെങ്കിൽ, പുറം കാഴ്ച ഒന്ന് വരയ്ക്കാൻ പോവുകയാണെങ്കിൽ അവിടെ നമുക്കൊരു മരം വരയ്ക്കാനുണ്ട്. ആ മരത്തിൻ്റെ അളവ് നമുക്കൊരിക്കലും സ്കെയിൽ ഉപയോഗിച്ച് നോക്കാൻ പറ്റില്ല. പക്ഷേ ഒരു സ്കെയിൽ ചെറിയ ടൂളായിട്ട് ഉപയോഗിക്കാം. അതെന്താണ് നമുക്ക് നോക്കാം. അതേസമയം നമ്മൾ ഉപയോഗിക്കുന്ന പെൻസിൽ, ഈ ഒരു പെൻസിലാണ് നമുക്ക് എപ്പോഴും ഒരു അളവ് ടൂളായിട്ട് അല്ലെങ്കിൽ ഒരു മെഷർമെൻറ്റ് ടൂളായിട്ട് ഉപയോഗിക്കാൻ പറ്റുക. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ പറഞ്ഞ നമ്മുടെ ഈ ഒരു ആർട്ട് ലൈൻ്റെ ഈ ഒരു ബോക്സ് നമ്മൾ വരയ്ക്കുവാനായി പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അളവുകൾ കണ്ടെത്തേണ്ടതുണ്ട്. എത്രയാണ് അതിൻ്റെ നീളം, എത്രയാണ് അതിൻ്റെ വീതി എന്നുള്ളത്. ആദ്യം നമ്മൾ പെൻസിൽ ഉപയോഗിച്ച് തന്നെ ഇതിൻ്റെ എൻഡ് നമ്മൾ ഈ ഒരു എൻഡിൽ വരുന്ന രീതിക്ക് ഇതിൻ്റെ വീതി എത്രയാണെന്ന് നമ്മുടെ തമ്പ് കൊണ്ട് നോക്കുന്നു. ഇതിലേക്ക് ഒബ്ജക്റ്റിലേക്ക് വച്ചാണ് നമ്മൾ നോക്കിയത് എന്നുകൂടെ നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ വീതി എന്ന് പറയുന്നത്. ഈ വീതി എത്ര തവണ നമ്മുടെ ഈ ഹൈറ്റിലേക്ക് വയ്ക്കാൻ പറ്റുമെന്ന് നോക്കുക. ഇപ്പോൾ ഈ താഴ്ഭാഗം വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഇങ്ങനെ വരുന്നതുകൊണ്ട് എന്നെ മറിച്ച് വെച്ച് നോക്കിയാണ്. ഞാനിത് ഒരു തവണ വച്ചു, രണ്ടാം തവണ വച്ചു, മൂന്നാം തവണ വച്ചു, നാലാം തവണയും വച്ചപ്പോൾ കുറച്ച് ഭാഗം മിച്ചം വരുന്നുണ്ട്. അതായത് ഇത്രയും ഭാഗമാണ് ബാലൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് നമുക്കിത് നേർപകുതി എന്ന് പറയാൻ പറ്റില്ല. നേർപകുതിയാണെങ്കിൽ ഏകദേശം ഇവിടം വരെയെങ്കിലും വരണം. പക്ഷേ അതിൻ്റെയും പകുതിയിൽ വരുന്നുണ്ട്, കാൽ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രൊപ്പോർഷൻ എന്താണെന്ന് നോക്കാം. ഒന്ന് അതിൻ്റെ വീതിയായിട്ട് എടുത്തപ്പോൾ 4 മടങ്ങും അതിൻ്റെ 4-1 ഭാഗവുമാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായത്? അത് ഒന്നാണ് അതിൻ്റെ വീതി. ആ വീതിയുടെ 4 മടങ്ങും അതിനോടൊപ്പം 4-1 ഭാഗവും കൂടെ ചേരുന്നതാണ് അതിൻ്റെ ആ ഒരു വീതിയല്ല ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിനെ എങ്ങനെ വരയ്ക്കുന്നതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മളിത് വരയ്ക്കാൻ പോകുന്ന ആ ഒരു ഒബ്ജക്റ്റിന്, ഈ ഒരു ഒബ്ജക്റ്റിന് നമ്മളിപ്പോൾ 6 സെൻറ്റിമീറ്റർ വീതി കൊടുക്കുന്നുവെന്ന് കരുതുക. അപ്പോൾ നേരെ ഇവിടേക്ക് വരുമ്പോൾ ഈ ഒരു ആൻസർ ഇൻറ്റു 6 ആണ് നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 6×4 വരുന്നത് 24 വരുന്നുണ്ട്. 4-1 ഭാഗം എന്ന് പറയുമ്പോൾ 6 സെൻറ്റിമീറ്ററിനെ 2ആയിട്ട് കട്ട് ചെയ്ത് അതിനെ വീണ്ടും 2ആയിട്ട് കട്ട് ചെയ്ത് കിട്ടുന്ന ആൻസറാണ് 4-1 ഭാഗമെന്ന് പറയുന്നത്. അതായത് 6നെ നമ്മൾ മൊത്തം 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൻ്റെ ഒരു ഭാഗമാണ് 4-1 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് 1.5 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ 1.5 കൂടെ ആഡ് ചെയ്യുന്നു. ആൻസർ 25.5 എന്ന് കിട്ടുന്നു. അതായത് നമ്മളിപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിനെ 6 സെൻറ്റിമീറ്റർ വീതിയിൽ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ലെങ്ത് വരുന്നത് 25.5 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ടോട്ടൽ ഹൈറ്റ് വരുന്നത്. ഓക്കെയാണോ? ഇതാണ് പ്രൊപ്പോർഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ഒബ്ജക്റ്റിനെ കാണുമ്പോൾ അതിനെ അതുപോലെ തന്നെ വരയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നീളവും വീതിയും നോക്കുന്നത്. സപ്പോസ് നമ്മൾ അതേ രീതിക്ക് വരച്ചില്ല എങ്കിൽ എന്ത് പറ്റും? ചിലപ്പോൾ അതിൻ്റെ വീതി കൂടുതലായിട്ടും ഹൈറ്റ് കുറഞ്ഞും പോകും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പപ്പി, നമുക്ക് ഈ പപ്പീനെയൊക്കെ ആ ഒരു ഒബ്ജക്റ്റ് വരയ്ക്കുന്ന സമയത്ത് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് കുറഞ്ഞു പോവുകയാണെങ്കിൽ ഈ ഒരു പപ്പി അത് ഷോർട്ടായിട്ട് ചുരുങ്ങിയതുപോലെ ആയിപ്പോകും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കൃത്യമായിട്ടൊരു ഒബ്ജക്റ്റിനെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അംശബന്ധം കണ്ടെത്തി നമുക്ക് ആവശ്യമുള്ള ലെങ്തിൽ വരച്ച് മുന്നോട്ട് പോകുന്നത്. ക്ലിയർ ആണോ? ഇപ്പോൾ നമ്മളിത് ഈ ഒരു 6 സെൻറ്റിമീറ്റർ മാറ്റിയിട്ട് ഏകദേശം 10 സെൻറ്റിമീറ്റർ വീതി കൊടുത്തതിനെ വരയ്ക്കുകയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഇപ്പോൾ 4ൻ്റെ സ്ഥാനത്ത് 40 വരും. 4×10 ചെയ്യുന്നത്. അതുപോലെ തന്നെ 10×4 ഭാഗം എന്ന് പറയുന്നത് 2.5 ആണ്. ഹാഫ് ആകുമ്പോൾ 5 വരും, അതിൻ്റെ ഹാഫ് ആകുമ്പോൾ 2.5 വരും. അപ്പോൾ നമ്മുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്, ആ ഒരു പെൻസിൽ ബോക്സ് വരയ്ക്കുമ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 42.5 ആയിട്ട് വരും.
നമുക്കിഷ്ടമുള്ള മെഷർമെൻറ്റിൽ നമുക്കൊരു ഒബ്ജക്റ്റിനെ വരയ്ക്കാം. അതിൻ്റെ ഒരു റേഷ്യോ ആണ് ഇത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അംശബന്ധം അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആയി എന്ന് കരുതുന്നു. ഇപ്പോൾ നമ്മളിത് നോക്കിയത് ഒരു സ്ക്വയർ പോലുള്ള ഒരു ബോക്സിലാണ് നമ്മളിപ്പോൾ ഇത് നോക്കിയത്. അതേസമയം നമുക്ക് ഇതിൻ്റെ ബോട്ടിലിലേക്ക് വരാം. നമ്മളിത് ഇപ്പോൾ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാനീയമാണ് ലിച്ചി എന്ന് പറയുന്നത്. ഞാനിതിൻ്റെ പ്രൊമോഷനൊന്നുമല്ല. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ റേഷ്യോ ഇപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിനൊരു ടോട്ടൽ ഹൈറ്റ് വരുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ വീതി എല്ലായിടത്തും ഡിഫറൻ്റ് ആണ്. അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ ക്യാപ്പിന് വീതി കുറവാണ്, നെക്കിന് വീതി അതിനേക്കാട്ടിലും കുറവാണ്, ബോഡി പിന്നെയും വലുതായി വരുന്നു, പിന്നെയും ബോഡി ചെറുതാകുന്നു, പിന്നെയും വലുതാകുന്നു, എൻഡിലേക്ക് വരുമ്പോൾ വീണ്ടും ചെറുതാകുന്നു. അങ്ങനെ ഒരുപാട് കട്ടിങ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പോർഷൻ എങ്ങനെ എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനൊരു ഒബ്ജക്റ്റ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ ഏറ്റവും കൂടുതൽ വീതി കൂടിയ ഭാഗമാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും മിഡിലിൽ നോക്കുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വീതി കൂടിയ ഭാഗമാണ്. ഇവിടം തൊട്ട് ഇവിടം വരെയും ഒരുപോലെ തന്നെയാണ് വീതി വരുന്നത്. അതിനുശേഷമാണ് തൽഭാഗത്തേക്ക് വി പോലെ പോകുന്നതും ടോപ്പിൽ ജസ്റ്റ് കർവ് ചെയ്തും പോകുന്നത്. അപ്പോൾ ഈ ഒരു വീതിയാണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പോൾ നോക്കിയാൽ നമുക്ക് മറ്റൊരു ബുദ്ധിമുട്ട് കൂടെ വരുന്നുണ്ട്. കാരണം ഇതൊരു സ്ക്വയർ അല്ല. ഓക്കെ, അപ്പോൾ ഈ സ്ക്വയർ അല്ലാത്ത ഒബ്ജക്റ്റിനെ നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്നാണ് അതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെ എടുക്കാമെന്ന് നോക്കണം. അപ്പോൾ ഇപ്പോൾ പറയുന്നത് അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എന്നാലും മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലാവാത്ത കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ കൈമുട്ട് വളയാതെ നമ്മുടെ കണ്ണിന് നേരെ പെൻസിൽ വച്ചതിന് ശേഷം, ഇപ്പോൾ ക്യാമറയിലൂടെ നിങ്ങൾ ഈ ഒരു ഒബ്ജക്റ്റ് നോക്കിയാണ്, ക്യാമറയാണ് ഞാനെന്നും കരുതുക, അല്ലെങ്കിൽ നിങ്ങളെന്നും കരുതുക. അപ്പോൾ നമ്മുടെ കൈമുട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം വളയരുത്, അത് സ്ട്രെയിറ്റ് ആയിരിക്കണം. നമ്മുടെ കണ്ണിന് നേരെ നമ്മുടെ പെൻസിൽ വച്ചതിന് ശേഷം ഇതിൻ്റെ വീതി, ഈ ഒരു ടിപ്പ് നമ്മുടെ ഈ ഒരു വീതി കട്ടാകുന്ന രീതിക്കും നമ്മുടെ തമ്പ് കൊണ്ട് റൈറ്റ് സൈഡ് കട്ടാകുന്ന രീതിക്കും അതിനെ പിടിക്കുക. ഓക്കെ ആണോ? അപ്പോൾ അതേ ഇത്രയാണ് നമുക്കിപ്പോൾ അതിൻ്റെ വീതിയായിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ആ ഒരു പൊസിഷൻ, കുപ്പിയുടെ പൊസിഷനോ നമ്മുടെ പൊസിഷനോ നമ്മുടെ കൈയുടെ പൊസിഷനോ മാറ്റാൻ പാടില്ല. ഈ ഒരു വീതി നമുക്ക് എത്ര തവണ നമ്മുടെ ഈ ഒരു ഹൈറ്റിലേക്ക് വയ്ക്കാൻ പറ്റുമെന്നൊന്ന് ചെക്ക് ചെയ്യുക. ഒരു തവണ വച്ചു, 2 തവണ വച്ചു, 3 തവണ വച്ചു. ഓക്കെ, അതായത് നമുക്കിപ്പോൾ ഇവിടുത്തെ പ്രൊപ്പോർഷൻ കിട്ടിയിട്ടുള്ളത് 1:3 എന്നാണ്. ഒന്നുകൂടെ നിങ്ങളതൊന്ന് റിവൈൻഡ് ചെയ്ത് കേൾക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊപ്പോർഷൻ നോക്കുന്ന സമയത്ത് നമ്മുടെ കൈമുട്ട് വളയാതെ ഒബ്ജക്റ്റിൻ്റെ നേരെ മുകളിലേക്ക് നമ്മൾ പെൻസിൽ വച്ചതിന് ശേഷം അതിൻ്റെ ഏറ്റവും കൂടുതൽ വിഡ്ത്ത് കൂടിയ ഭാഗം നമ്മളത് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം എത്ര തവണ ആ ഒരു വീതി ഹൈറ്റിലേക്ക് വയ്ക്കാൻ പറ്റുന്നു ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്നു. ആ സമയത്ത് നമ്മുടെ ഒബ്ജക്റ്റിൽ നിന്ന് അകലേക്ക് പോവുകയോ അടുത്തേക്ക് വരികയോ ചെയ്യരുത്. ഇപ്പോൾ നിങ്ങൾ ക്യാമറയിലൂടെ നിൽക്കുകയാണ്, ഇവിടെ തന്നെ നിന്നുകൊണ്ട് ആ ഒബ്ജക്റ്റിനെ നോക്കുക. ഇതുപോലെ തന്നെയാണ് നമ്മൾ മറ്റ് എന്ത് ഒബ്ജക്റ്റ് ആയാലും, അതായത് നമുക്കിപ്പോൾ അടുത്ത് നിന്ന് അളന്ന് നോക്കാൻ പറ്റാത്ത വരയ്ക്കേണ്ട എന്ത് ഒബ്ജക്റ്റ് ആയാലും ഈ രീതിക്കാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, സംശയമുള്ളവർ അത് കമൻറ്റ് ചെയ്യുക. നമുക്ക് അതിൽ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് മറ്റൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിൽ നമുക്ക് ഇങ്ങനത്തെ മെഷർമെൻറ്റ്സ് ഒന്ന് കൊടുത്ത് നോക്കാം. അതായത് നമ്മളിപ്പോൾ 1.1:3 എന്നാണ് നമ്മുടെ റേഷ്യോ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഇത് നമുക്കിത് 5 സെൻറ്റിമീറ്റർ വീതി എന്ന് കൊടുത്താൽ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 15 സെൻറ്റിമീറ്റർ ആണ്. എന്തായാലും നമുക്ക് 5 അല്ല, ഇപ്പോൾ നമുക്കത് ഇവിടെ ഈ പേജിൽ ഫിറ്റ് ആകുന്ന രീതിക്ക് നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ വരയ്ക്കാം, അല്ലെങ്കിൽ ഏകദേശം ആ ലെങ്തിൽ. ഇപ്പോൾ നമുക്കിത് അതിൻ്റെ വീതി അത്യാവശ്യം വരുന്നുണ്ട്. നമുക്കിപ്പോൾ 10 സെൻറ്റിമീറ്റർ വീതി കൊടുത്ത് 30 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്ന രീതിക്ക് ഈ ഒരു ഒബ്ജക്റ്റ് ഒന്ന് വരയ്ക്കാം. ഓക്കെ, നമ്മളിപ്പോൾ വരയ്ക്കാൻ പോകുന്ന ഈ ഒരു ബോട്ടിലിനെ നമ്മുടെ ആ ഒരു പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 1:3 എന്നാണ്. കാണുന്നില്ലല്ലേ? 1:3 എന്നാണ് അതിൻ്റെ റേഷ്യോ. അപ്പോൾ നമ്മളിത് ഒരുപാട് വലുതാക്കി വരയ്ക്കുന്നില്ല, കാരണം നമുക്കിപ്പോൾ ഇതിനകത്ത് മെഷർമെൻറ്റ്സ് ഒക്കെ കാണുന്ന രീതിക്ക് വരയ്ക്കണമെങ്കിൽ അല്പം ചെറുതായിട്ട് വരയ്ക്കണം. അതുകൊണ്ട് ഞാനിത് 5 സെൻറ്റിമീറ്റർ വിഡ്ത്തും അതുപോലെ തന്നെ 15 സെൻറ്റിമീറ്റർ ഹൈറ്റും കൊടുത്താണ് വരയ്ക്കാൻ പോകുന്നത്. ഇനി നമുക്കിത് സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് ആ ഒരു ബോക്സ് വരയ്ക്കാം. ഇപ്പോൾ ഇത് വളയാതെ ചരിയാതെ ആദ്യം നമ്മളിത് 5 സെൻറ്റിമീറ്റർ ആദ്യം മാർക്ക് ചെയ്യുന്നു. അതിൽ 2.5 സെൻറ്റിമീറ്റർ കൂടെ മാർക്ക് ചെയ്യുക. എന്തിനാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, 2.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു പോയിൻറ്റിന് വെർട്ടിക്കലായിട്ട് മുകളിലേക്കാണ് ലൈൻ വരയ്ക്കേണ്ടത്. അപ്പോൾ 15 സെൻറ്റിമീറ്ററിൽ ഞാനത് പോയിൻ്റ് വച്ചതിന് ശേഷം കൃത്യം വെർട്ടിക്കലായിട്ട് തന്നെ മുകളിലേക്ക് വരയ്ക്കുന്നു. ഈ 15 സെൻറ്റിമീറ്ററിനെ ഹാഫ് മാർക്ക് ചെയ്യുക, അതായത് 7.5 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പുറ സൈഡിൽ
പോയിൻ്റ് വരയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒരു ഡോട്ട് കൊടുക്കുക. കാരണം നമ്മളിപ്പോൾ വരയ്ക്കുന്നത് ചരിഞ്ഞ് പോവുകയാണെങ്കിൽ നമ്മുടെ ഷേപ്പ് തന്നെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേ പോയിൻ്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതേ 5 സെൻറ്റിമീറ്റർ റൈറ്റ് സൈഡിൽ വെച്ചതിന് ശേഷം നമ്മുടെ ആ പോയിന്റിലേക്ക് വെച്ച് നോക്കുക. ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് മാറ്റി ഞാൻ പോയിൻ്റ് ചെയ്തു. അതുപോലെ തന്നെ 2.5 മാർക്ക് ചെയ്തു. ഞാൻ ആ ലൈനിനെ കണക്ട് ചെയ്തു. ഇനി ഇതേ താഴേക്ക് നമ്മുടെ ഇപ്പോൾ മാർക്ക് ചെയ്ത ആ ഒരു 5 സെൻറ്റിമീറ്റർ എൻഡിൽ നിന്നും താഴേക്ക് നമ്മളിത് ത്രൂ ആയിട്ട് കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്തതിന് ശേഷം അവിടെയും നമ്മുടെ 7.5 മാർക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത സെൻറ്ററിനെയും ഒന്ന് തമ്മിൽ കണക്ട് ചെയ്യുക. 2.5 തമ്മിൽ കണക്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ 7.5 തമ്മിൽ കണക്ട് ചെയ്തു. ഇത് എന്തിനാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റ് സിമെട്രിക് ഒബ്ജക്റ്റാണ്. സിമെട്രിക് എന്ന് പറഞ്ഞാൽ നമ്മളിത് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു ലൈൻ ചെയ്ത് അല്ലെങ്കിൽ ഇതിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എന്താണ് ഈക്വലായിട്ടാണ് വരുന്നത്. ഓക്കെ ആണോ? അതായത് സിമെട്രിക് ഒബ്ജക്റ്റ്, ജസ്റ്റ് മിറർ ഒബ്ജക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. നമ്മുടെ ഹ്യൂമൻ ബോഡി ഒരു സിമെട്രിക് ഒബ്ജക്റ്റാണ്. നമ്മളിപ്പോൾ ഹെഡിൻ്റെ സെൻറ്ററിൽ നിന്ന് താഴേക്ക് ലെഗിലേക്ക് നമ്മളൊരു സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വലാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു ബോട്ടിലിനും വരുന്നത്. അത് ജസ്റ്റ് നമുക്കൊന്ന് ക്ലിയറായിട്ട് വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈൻ ചെയ്തത്. ഇനി നമുക്ക് അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തൽക്കാലം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ ഇതുവരെയുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കുക, ചെയ്ത് മനസ്സിലാക്കുക. ഡൗട്ടുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൂടെ കവർ ചെയ്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ അതെല്ലാം സോൾവ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്കിതിൻ്റെ തുടർച്ചയായിട്ട് ഉടനെ തന്നെ കാണാം. ഓക്കെ, താങ്ക് യു.